എല്ലാവർക്കും ലതാസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള പാൽ വെച്ചിട്ട് എങ്ങനെയാണ് പനീർ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണിക്കാനാണ് കേട്ടോ. ഇതിലിപ്പോൾ കാണുന്ന പോലെ ഈ പനീർ ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇത് ആദ്യമൊക്കെ ഇത് ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. കാരണം നമ്മൾ കടയിൽ നിന്നാണ് മേടിച്ചിരുന്നതൊക്കെ. അങ്ങനെയാണ് നമ്മൾ പനീറിൻ്റെ കറിയൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഇപ്പം അങ്ങനെ ചില മോളൊക്കെ പറഞ്ഞ് ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മയെന്ന്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം പറഞ്ഞത് ശരി തന്നെയാണ്, ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതിപ്പോൾ മനസ്സിലായി. നല്ല സ്മൂത്തായിട്ടുള്ള ഇതായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ടേസ്റ്റ് തോന്നി. ഇത് നമ്മുടെ വീട്ടിലുള്ള 2 പശുക്കളാണ് കേട്ടോ. 2 പശുക്കളുണ്ട്, ഒരു ചുവപ്പും ഒരു കറുപ്പും. ഇത് കാസർഗോഡൻ കുള്ളനാണ്. ഈ പശുക്കളുടെ പാല് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പനീർ തയ്യാറാക്കിയത്. ഇത് ആ ചുവപ്പ് പശുവിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഒരുപാട് പാലൊന്നും ഇവർ നമുക്ക് തരില്ല കേട്ടോ. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പാലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള പാലെടുത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പനീറൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ മോരുണ്ടാക്കും, നമ്മുടെ വീട്ടിൽ തൈരുണ്ട്, നെയ്യ് ഉണ്ടാക്കും, എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ പശുക്കളെ കൊണ്ട്. പിന്നെ നല്ല ഔഷധ ഗുണമുള്ള പാലാണ്, നാടൻ പശുക്കളല്ലേ. പിന്നെ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ലിറ്റർ പാലാണ് കേട്ടോ. ഈ 1.5 ലിറ്റർ പാലെടുത്തുകൊണ്ട് 2 ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 ചെറുനാരങ്ങ ഞാൻ ആദ്യം നിർത്തി ചേർക്കുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാച്ചിട്ട് അവിടെ എടുത്ത് വയ്ക്കും. അങ്ങനെയാണ്. പിന്നെ നമ്മളിതിന് ഉപയോഗിക്കുന്ന പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേർക്കാതെ എടുക്കണം പാല്, അതാണ് നല്ലത്. പിന്നെ പാക്കറ്റ് പാൽ കഴിയുന്നതും ഇതിന് ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പനീർ കുറവാകും കിട്ടുന്നത്. ഇത് നല്ല ക്രീമുള്ള പാല് വേണം. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്നോ എവിടുന്നെങ്കിലും മേടിക്കുക, സൊസൈറ്റിയിൽ നിന്നൊക്കെ. ഇനി നമ്മൾ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചത് അതിൻ്റെ ആരും കുരുവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ അരിച്ച് എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ പനീർ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തുണി ഒരു പാത്രത്തിൻ്റെ മീതെ വിരിച്ചിടുക കേട്ടോ. ഇനി നമ്മുടെ പാല് ചെറു തീയിലിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ തിള വരുന്ന സമയത്ത് നമ്മൾ ഈ ചെറുനാരങ്ങയുടെ നീര് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ രണ്ടാമത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് പോരാന്ന്. അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ചെറുനാരങ്ങയുടെ നീര്, അതും കൂടെ ഒഴിച്ചു കൊടുത്തു. പാല് ഇത്തിരി കട്ടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത്. അപ്പോൾ ഇതിലിങ്ങനെ അതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, പനീറാണ് ഈ പൊന്തി കിടക്കുന്നത്, വെള്ളമാണ് വേറെയായിട്ട് കിടക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പാകവും. ഇനി നമ്മൾ ഇത് ഗ്യാസ് നിർത്തിയിട്ട് ഇത് നമ്മൾ നേരത്തെ ഒരു തുണി വെച്ചിരുന്നല്ലോ, അതിലേക്ക് നമ്മളിത് ഒഴിക്കുക. ഇപ്പോൾ പനീർ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഈ പനീറിലെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് തുണി പാത്രത്തിൽ വിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. വല്ലാതെ കണ്ട ആദ്യം തന്നെ പിഴിയാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും ഇതിന്. ഇപ്പോൾ ഈ പനീറിന് ഒരു നാരങ്ങയുടെ രസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ടാപ്പിൻ്റെ അടിയിൽ കാണിക്കുക പച്ചവെള്ളം തുറന്ന് വിട്ടിട്ട്, അല്ലെങ്കിൽ ഇതിൽ കാണിച്ച പോലെ നല്ല പച്ചവെള്ളം എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ആ പാത്രത്തിൽ ഇങ്ങനെ മുക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ നമ്മളിങ്ങനെ മുക്കിയപ്പോൾ ഇപ്പം ഇനി ഇതൊന്ന് പിഴിയുക തൊട എന്നൊക്കെ ഉള്ളൊരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് എത്ര പനീർ കിട്ടി ഏതാണെന്നൊക്കെ ഒന്ന് കാണാമല്ലോ, നോക്കാം. ഇതാണിപ്പോൾ നമ്മുടെ പനീർ. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പാല് നല്ല ക്രീമുള്ളതായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പനീർ കിട്ടിയത്. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി അത് കളഞ്ഞെടുത്ത് വെച്ചാലേ നമുക്കിത് കുറേ ദിവസം ഉപയോഗിക്കാനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ പനീർ മോശമായി പോകും. ഞാനിപ്പോൾ ഇതവിടെ ഈ വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഒരു പ്ലേറ്റ് വെച്ച് പിന്നെ ആ പനീറിൻ്റെ ഇത് എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മളെ വീട്ടിൽ മാർബിളിൻ്റെ ചപ്പാത്തി പലക, അപ്പോൾ ഇത്തിരി കനുണ്ടല്ലോ, അപ്പോൾ അത് എടുത്ത് വെച്ചിരിക്കുകയാണ് അതുമ്മേ. ഇപ്പോൾ 1 മണിക്കൂർ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ ആ പ്ലേറ്റിൽ നിൽക്കുന്നത്.
ഇനി നമുക്കിത് ഇതിലത്തെ വെള്ളമൊക്കെ പോയിക്കണേ. ഇനിയിപ്പോൾ നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള പരുവായിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ നടുവിൽ കുഴിയായത് എന്താണെന്നറിയോ, നമ്മളെടുത്ത ആ തുണി ഉണ്ടല്ലോ അത് കുറച്ച് നീളം കൂടുതലായിരുന്നു. അപ്പം ഇങ്ങനെ ചുരുട്ടി വെച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് വന്നതെന്ന് മാത്രം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം. അത് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കടയിൽ നിന്ന് മേടിച്ചിട്ട് പനീർ കഴിക്കില്ല, വീട്ടിലുണ്ടാക്കിയിട്ട് തന്നെ കഴിക്കുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.